ഒറ്റപ്പാലം വാണിയംകുളം പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തതായി പരാതി. മുൻ ജനപ്രതിനിധിയുടെ ബന്ധുവിനെതിരെയാണ് പരാതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകളാണ് 2 ബൂത്തുകളിൽ വോട്ട് ചെയ്തതെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. വാർഡ് 18 കൂനത്തറയിൽ 250 ക്രമനമ്പറിലും വാർഡ് 25 പനയൂരിൽ 352 ക്രമനമ്പറിലുമാണ് കള്ളവോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ആരോപണം. ഒരേ പേരിൽ തന്നെയാണ് 2 സ്ഥലത്തെയും ഒപ്പുകളുള്ളത്. വാണിയംകുളത്ത് എല്ലാ വാർഡിലും ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ആരോപിച്ചു. വോട്ട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതാ കള്ളൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്ന കള്ളന്റെ അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ ഓഫീസ് നിൽക്കുന്ന ഈ വാർഡിൽ പല കെട്ടിടങ്ങളിലെയും അഡ്രസ്സിൽ വ്യാപകമായ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. അവര് ആ പ്രദേശങ്ങളിൽ വോട്ട് ചോദിക്കാൻ പോകുന്ന പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായത് ആ വീടുകളിൽ അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകളിൽ അത്തരത്തിലൊരാൾ ഇതിനു മുന്നേയോ അല്ലെങ്കിൽ സമീപകാലത്ത് എപ്പോഴും അവിടെ താമസിച്ചിട്ടില്ല. അത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരാണ് ആ വോട്ട് ചേർത്തത് എന്ന് വ്യക്തമാവുകയും അതിന്റെ മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും കള്ളവോട്ട് വ്യാപകമായി നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രത്യക്ഷമായുള്ള ഉദാഹരണമാണ് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. വാണിയംകുളം പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകൾ 2 വാർഡിൽ വോട്ട് ചെയ്തിരിക്കുന്നു. അവർ കള്ളവോട്ട് ചെയ്തതിനെ കുറിച്ച് അതും അവരുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകൾ തന്നെ അഞ്ചു എന്നുള്ള ചെയ്തതിനെ കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർഡുകളിലും ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് നീതിക്ക് നിരക്കുന്നതല്ല, അത് ധാർമ്മികമല്ല. എന്തായാലും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായാലും അതിനെ മറികടന്നുകൊണ്ട് BJP മുന്നേറ്റം ഉണ്ടാക്കും എന്ന് നമ്മളിവിടെ പറയാനായി. വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുകയും അത്തരത്തിൽ കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പേരിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് ഏരിയ പ്രസിഡന്റ് പരാതി നൽകി. പോലീസിലും പരാതി നൽകുമെന്ന് വേണുഗോപാലൻ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.